ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ആൻഡ് മൈ വീഡിയോ. വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായെന്ന് അറിയാം, സോറി. കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടും. പെട്ടെന്ന് തന്നെ പറയാം, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ബർഗ്മാൻ്റെ സുസുക്കിയുടെ ക്വിക്ക് റിവ്യൂ ആണ്. ഓൾസോ ഈ വണ്ടി എൻ്റെ സ്വന്തം വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം 1.5 മാസത്തോളം യൂസ് ചെയ്യണം. ഏകദേശം ഒരു 2000 സംതിങ് കിലോമീറ്റേഴ്സ് കഴിച്ചിട്ടുണ്ട്, ക്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി ഓൾറെഡി. വളരെ ടെക്നിക്കൽ പരമായിട്ടൊന്നുമല്ല, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിക്കാണ് നമ്മൾ ഈ വീഡിയോ റിവ്യൂ എടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നുമില്ല, ചടപറ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് കിടക്കാം. സുസുക്കി ബർഗ്മാൻ. വൈ ആം ചൂസിങ് ബർഗ്മാൻ, അതാണ് വലിയ ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമല്ല. എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ സ്കൂട്ടർ എയറിലേക്ക് കടന്നത്. വൈ ആം ചൂസിങ് ബർഗ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുറേ വണ്ടികൾ നോക്കിയിരുന്നു. അതായത് ബൈക്കിൽ നിന്ന് സ്കൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേണം, ഒരു ഡിഫറൻസ് വേണം. ഞാൻ കുറേ സ്കൂട്ടേഴ്സ് നോക്കിയിരുന്നു. ഞാൻ ആദ്യം TVS നോക്കിയിരുന്നു, ഹോണ്ട നോക്കിയിരുന്നു, ഹീറോ നോക്കിയിരുന്നു. എല്ലാ വണ്ടിയും ഞാൻ റൈഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു വണ്ടി എൻ്റെ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്നില്ല. ഈ വണ്ടി ഞാൻ നോക്കിയുണ്ടായിരുന്നില്ല. ഈ വണ്ടി എൻ്റെ കാറ്റഗറി ലിസ്റ്റിൽ ഉണ്ടാവാത്തൊരു വണ്ടിയാണ് ഈ സുസുക്കി ബർഗ്മാൻ എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നില്ല. കാരണം ഇത് പെയ്ഡോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, എൻ്റെ സ്വന്തം വണ്ടിയാണ്. സ്വന്തം എക്സ്പീരിയൻസ് പറയണം. ഞാൻ ഡിയോ ഓടിച്ചു, എൻടോർക്ക് ഓടിച്ചു, എല്ലാ വണ്ടി ഞാൻ പവറല്ല പറയണം, ഡിയോ എൻടോർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഓടിച്ചിട്ട് എനിക്കൊരു സ്കൂട്ടറി ഫീലിംഗ് കിട്ടണം. ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഫീലിംഗ് കിട്ടണം. ടു ദ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാണ്ടൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം നോക്കിയിട്ടാണ് ഞാൻ നോക്കുമ്പോൾ സുസുക്കിയുടെ ഷോറൂം കാണുന്നത്. സുസുക്കിയുടെ ഷോറൂമിൽ ഞാൻ ഓൾറെഡി അവിടെ ആക്സസ് ഓടിച്ച് നോക്കി, അതും സ്കൂട്ടറി ഫീലാണ്. അങ്ങനെ മാറ്റി അവരുടെ എവനീസ് ഉണ്ട് 125, അത് ഓടിച്ചു. ബട്ട് പിന്നെ നോക്കുമ്പോഴാണ് ഈ വണ്ടി കണ്ടത്. ഈ വണ്ടി എൻ്റെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല, ഈ വണ്ടിക്ക് ഇഷ്ടമായിരുന്നില്ല. ബട്ട് ഞാൻ ഈ സാധനം ഇത് ഓടിച്ച് നോക്കിയപ്പോണ്ടല്ലോ, തിങ്സ് ആർ ചേഞ്ച്. പെട്ടെന്ന് കാര്യങ്ങൾ മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഓടിച്ച് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇതിവിടെ ഫിക്സഡാണ്, അറിയാലോ. ഇതിപ്പോൾ നമ്മുടെ 220 ഈ കരീഷ് പോലെ തന്നെ ഇതൊരു ഫിക്സഡാണ്. ഇത് മാത്രം നമ്മൾ റൊട്ടേഷൻ ആവുള്ളൂ. വയലിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, നല്ല രസമായി ഇത് ഓടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിസ്പ്ലേയും വലിയ ഡിസ്മീറ്ററും, നമ്മളൊരു എന്താ പറയുക, ഒരു വലിയൊരു മാസീവ് വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ബട്ട് വണ്ടി വളരെ ലൈറ്റ് വെയിറ്റാണ്. ഇത് ഓടിച്ചപ്പോൾ എൻ്റെ തിങ്സ് ആർ എല്ലാം ചേഞ്ചായി. അങ്ങനെയാണ് ഞാൻ ഈ ബർഗ്മാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അത്രയും വണ്ടികൾ ഒഴിവാക്കി ഞാൻ ബർഗ്മാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി മാസീവ് വണ്ടി എടുക്കണമെങ്കിൽ മറ്റേ യമഹയുടെ ഔറക്സ് എടുക്കേണ്ടി. പക്ഷേ അത് ബഡ്ജറ്റ് വൈസ് നല്ല വ്യത്യാസമുണ്ട്. ആനയും കുതിരയും വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നല്ല രസമാണ് ഇത് ഓടിക്കാം. പക്ഷേ ഇത് ഓടിക്കാണ്ട് ആരും ഇത് ജഡ്ജ് ചെയ്യും കേട്ടോ. വൺസ് ഈ വണ്ടി ഓടിച്ച് നോക്കാം. പവറും കാര്യങ്ങളൊന്നും പറയണം, റൈഡിങ് കംഫർട്ടാണ് പറയണം. ഓടിച്ച് നോക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാവും. ആൻഡ് ഓൾസോ ഈ വണ്ടി നമുക്ക് 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു മിഡ് വേർഷൻ വണ്ടിയാണ്, അതായത് നടുക്ക് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ഫസ്റ്റ് വേർഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബർഗ്മാൻ ഈ വണ്ടി തന്നെയായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഡിജിറ്റൽ മീറ്റർ ഉണ്ടാകും. പക്ഷേ ഈ ഐ എന്ന് പറഞ്ഞ കണക്ട് ഉണ്ടാവില്ല. ഈ ഐ എന്ന് പറഞ്ഞ കണക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടാവില്ല. വിത്തൗട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലെ നോർമൽ ഒരു ബർഗ്മാൻ എങ്ങനെയാണോ ഒരു നോർമൽ വണ്ടി അതായിരിക്കും വരാം. ഇത് മിഡ് വേരിയൻ്റ് ആണ്. ബർഗ്മാൻ സ്ട്രീറ്റ് വിത്ത് റൈഡ് കണക്ഷൻ എഡിക്ഷനുള്ള വണ്ടിയാണ്. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വണ്ടിയല്ല, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മുടെ ഫോണിനായി സുസുക്കിയുടെ റൈഡ് ആപ്പ് ഉണ്ട്. ആപ്പ് വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ നമ്മുടെ വാട്സാപ്പ് മെസ്സേജസ് കോൾസിൻ്റെ കാര്യങ്ങൾ, പിന്നെ നാവിഗേഷൻ, ഇതെല്ലാം നമുക്ക് ഇതിൽ വരും. ഓൾസോ ആ ആപ്പിൽ നമ്മുടെ വണ്ടി എത്ര ക്ലോക്കിംഗ് ആയിട്ടുണ്ട്, ഇപ്പോൾ ഏതാ കണ്ടീഷൻ, ഹീറ്റിംഗ് ഒക്കെ അതിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടാം. അതാണ് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ ഒരു മിഡ് വേരിയൻ്റ് വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് ഉണ്ട്, അത് ടോപ്പ് വേരിയൻ്റ് വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവും, ഈ റൈഡ് കണക്ഷൻ ആ ഫെസിലിറ്റീസ് ഉണ്ടാവും. ഓൾസോ ഇതിൻ്റെ ബാക്ക് ടയർ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. ഇതാണ് 3ാമത്തെ വേർഷൻ. എനിക്ക് 3ാമത്തെ വേർഷൻ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു എമൗണ്ട് ഒരു 6,000 5,000 സംതിങ്, ഐ ഡോണ്ട് നോ കറക്റ്റ്. ആ ഒരു ഡിഫറൻസിലായിരിക്കാൻ തോന്നുന്നു. അതിൽ നമ്മൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്ക് ടയറിൻ്റെ. ബാക്കി എല്ലാം കൈൻഡ് ഓഫ് സെയിം ആണ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബർഗ്മാൻ്റെ സ്ട്രീറ്റിൻ്റെ ഈ റൈഡ് കണക്ഷൻ എഡിഷനാണ്. സെക്കൻഡ് മിഡ് വേരിയൻ്റാണ് എല്ലാവരും ചൂസ് ചെയ്യണം. ദാറ്റ്സ് ഐ എം ചൂസിങ് ദിസ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മിഡ് വേരിയൻ്റ് വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ എടുത്തത് ഒരു 2 മാസം മുമ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാസം നവംബറാണ്. ഒരു ഒക്ടോബർ 1 അതൊരു GSTക്ക് ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടായ സമയത്ത് എടുത്ത വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടി ഓൺ റോഡ് വിത്ത് എക്സ്റ്റൻഡ് വാറൻറ്റി അടക്കം എനിക്ക് ഒരു 1.18 to 1.20 അടുത്താണ് ഈ വണ്ടി വന്നേക്കണത്. എനിക്ക് ഈ വണ്ടി ഞാൻ റെഡി പേയ്മെൻറ്റാണ് എടുത്തിരുന്നത്. വന്നിരുന്നത്. അതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. എൻ്റെ വില സെഗ്മെൻറ്റ് ചോദിക്കുന്നവർക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല. ഞാൻ മിഡ് വേരിയൻ്റ് എടുത്തേക്കണത്. ഞാനൊരു ഒക്ടോബർ ആ ഒരു ടൈമിൽ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് 1.18 to 1.20 ഇടയിലാണ് ഈ വണ്ടി കിട്ടി. വിത്ത് എക്സ്റ്റൻഡ് വാറൻറ്റി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സുസുക്കിയുടെ എക്സ്റ്റൻഡ് വാറൻറ്റി കിട്ടും. അതെന്തായാലും ചെയ്യുന്നത് വളരെ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ ആ സമയത്തല്ല, നമ്മുടെ വണ്ടിയാണ് നെറ്റിലും ബോട്ടിലും ഓടുന്ന വണ്ടിയാണ്. ഓൾവേസ് നിങ്ങൾ എക്സ്റ്റൻഡ് വാറൻറ്റിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്.
സോ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 780 mm സീറ്റ് ഹൈറ്റാണ്. സോ അത് വളരെ ചെറിയ സീറ്റ് ഹൈറ്റാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കേണ്ട സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടുകൊണ്ടാണ് ഹൈറ്റ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ വണ്ടികൾ, ഇപ്പോൾ നോർമൽ സ്കൂട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ ഈ സീറ്റ് ഹൈറ്റ് ആയിരിക്കും വരും. ഈ വണ്ടി കണ്ടില്ല, ഇപ്പോൾ ഈ സീറ്റ് ഹൈറ്റ് ആയിരിക്കും വരും. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പ്രൊവിഷനുകൾ നോക്കിയോ, ലൈക്ക് ഇതൊരു കട്ട് സീറ്റാണ്, ലൈക്ക് ഇതൊരു മാക്സി സ്കൂട്ടറാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ തന്നെ ഇത് 125 അല്ലേ, ഈ വണ്ടി തന്നെ വലിയ ഹൈ എൻഡ് വണ്ടിയൊക്കെ ഒരു 600 cc 700 cc അടുത്തൊക്കെ ഇതിൽ പുറത്ത് ഈ വണ്ടി ഈ ബർഗ്മാൻ എന്ന് പറഞ്ഞ സീരീസ് പുറത്തുണ്ട് കേട്ടോ. ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ഇല്ലെന്നുള്ളൂ. സോ ഇതവർ ഒരു ലോങ് ഡ്രൈവ്, ഒരു ടൂറിംഗ് ടൈപ്പ് പോലത്തെ ഒരു കപ്പാസിറ്റിയിലാണ് ഈ വണ്ടി ശരിക്കും മേക്ക് ചെയ്തേക്കുന്നത്. സോ ഈ ബർഗ്മാനെ കുറിച്ച് ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഒരു വലിയ ലെഗസി ഉണ്ട്, വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ 125 ഉള്ളത്. ഇതിൻ്റെ ഹൈ എൻഡ് വേർഷൻ CC ഒക്കെ പുറത്ത് കൺട്രീസിലുണ്ട്. സോ അപ്പോൾ അതിൻ്റെ CC ബാക്ക് ടു സീറ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, ഈ ബാക്കിലിരിക്കുന്ന ആൾക്കും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കും എക്സസ് കട്ട് സീറ്റ് പോലെയാണ്. കാരണം ഇപ്പോൾ ഇതിൽ തീരെ സീറ്റ് ഹൈറ്റ് കുറവാണ്. സോ ഭയങ്കര റൈഡിങ് കംഫർട്ടാണ്. ബാക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിലും നമ്മളെക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ട്. കാരണം നോർമൽ സ്കൂട്ടേഴ്സിനേക്കാളും ബാക്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. സോ ഇരിക്കുമ്പോൾ ഒരു സ്പോട്ടി ഫീലിങ്ങും ഒരു കാണാനും ഒരു രസമാണ് കാണാൻ വേണ്ടിക്കാൻ. ഏറ്റവും ബെസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൈഡിങ് പൊസിഷനാണ്. ഓൾസോ യു ക്യാൻ സീ, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റൈഡിങ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്കൂട്ടറിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാല് നമ്മൾ വെക്കുന്നത് ഇവിടെ ആയിരിക്കും എല്ലാ സ്കൂട്ടറിലും. പക്ഷേ ഇതിൻ്റെ കാല് വെക്കുന്നത് നേരെ ഇവിടെയാണ്, ലൈക്ക് ഇവിടെ. വൺസ് ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാല് വെക്കുന്നത് ഇവിടെയാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് തരാം. നല്ല ഇത് റൈഡിങ് പൊസിഷൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. കാരണം നോർമൽ സ്കൂട്ടർ പോലെയല്ല, ഇരിക്കുമ്പോൾ കാല് നമുക്ക് റിലാക്സ് ചെയ്ത് നിവർത്തി വെക്കാം. സോ അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ഈ വണ്ടിയുടെ. പിന്നെ ഇത് ഓൾസോ മറ്റേ നമ്മുടെ ആക്സസ് 125ൻ്റെ സെയിം എഞ്ചിൻ സ്കൂട്ടറാണ്. 125 cc ആണ് സ്കൂട്ടർ വരുന്നത്. 8.6 പവറാണ് അതിന് വരുന്നത്, ഹോഴ്സ് പവറാണ് ഇതിന് മാക്സിമം കപ്പാസിറ്റി വരുന്നത്. ഈ വരുന്നത് കോമൺ ആണ്. പിന്നെ ഓൾറെഡി ഈ വണ്ടി എന്ന് പറയുന്നത് കിൽ സ്വിച്ച്, ഇപ്പോഴത്തെ നോർമൽ വണ്ടികളെ പോലെ തന്നെ കിൽ സ്വിച്ചും എഞ്ചിൻ ഓഫും എഞ്ചിൻ ഓണും ആൻഡ് ഓൾസോ അവിടെ തന്നെയാണ് പുഷ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ പാസ് ഉണ്ട് ആൻഡ് ഇൻഡിക്കേറ്റർ, ഹോൺ. ഇതിലൊരു സംഭവം മിസ്സിങ് ഉണ്ട്. ഞാനത് ഇതിൻ്റെ ഒരു എനിക്കിഷ്ടപ്പെടാത്ത കുറച്ച് ഐറ്റംസ് ഉള്ള വീഡിയോസ് ഞാനിടാം, മിസ്സിങ് ഉള്ള കാര്യങ്ങളിടാം. പിന്നെ ഇതിൻ്റെ മീറ്റർ സെക്ഷനിൽ വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ കോമൺ മീറ്റർ വരുന്നത്. ഇതിൽ കുറേ ലോട്ട്സ് ഓഫ് കാര്യങ്ങളുണ്ട് കേട്ടോ, ലോട്ട്സ് ഓഫ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ പെയറിംഗ് മോഡാണ്. ഇപ്പോൾ നമുക്ക് ഫോൺ, ഇപ്പോൾ ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ആ ഫോണിൽ ആപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഈ അതിൽ ലൈറ്റ് കയറ്റി നമ്മുടെ ഫോൺ കണക്റ്റ് ആവും. ആൻഡ് ഓൾസോ ഇതിന് നമുക്ക് ടോട്ടൽ ഇപ്പോൾ ലൈവ് കിലോമീറ്റേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. വണ്ടി ഓടിക്കുമ്പോൾ ലൈവ് കിലോമീറ്റേഴ്സ് അറിയാൻ പറ്റും. പിന്നെ ഒരു പോരായ്മയിലുണ്ട്, അത് പറയാം, ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഇടാം. ഇതിൽ ഏറ്റവും ഇമ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് പിന്നെ കറൻ്റ് മൈലേജ് എനിക്ക് കിട്ടണത് 55 കറക്റ്റ് മൈലേജ് എനിക്ക് കിട്ടുന്നത്. 55 നോണ പറഞ്ഞതല്ല, 55 മൈലേജ് എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചവറായിട്ട് ഓടിക്കുന്നില്ല, നോർമലായിട്ട് ഓടിക്കുക. 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 55 മൈലേജ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട്. ഓൾസോ ഞാൻ ഈ വണ്ടി കോട്ടയം, ആലപ്പുഴയൊക്കെ ഓടിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ തൃശ്ശൂരാണ്, ഇവിടേക്ക് ഓടിച്ചിട്ടുള്ളതാണ്. സോ എനിക്ക് അതിനുള്ള മൈലേജ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഞാൻ പറയണം. ഇത് എനിക്ക് എൻ്റെ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ജെന്യുവൻലി നോക്കുമ്പോൾ നോക്കാം. ഇത് ഒരു 5.5 ലിറ്ററോ 5 ലിറ്ററാണ് പെട്രോൾ ടാങ്ക് വരുന്നത്. സോ നമുക്കൊരു 300 അടിച്ചാൽ പോലും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക്. അപ്പോൾ മൈലേജൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ എൻ്റെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിൻഷീൽഡാണ്. സോ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിൻഷീൽഡുള്ളതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്ര സ്റ്റൈലിഷ്. നിങ്ങൾ ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ ഈ വിൻഷീൽഡ് മാറ്റണം. ഞാൻ അത് മാറ്റാൻ നിൽക്കണം. മാറ്റിയിട്ട് കുറച്ചുകൂടി ഹൈ എൻഡുള്ള വിൻഷീൽഡ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്കേ മാറും. നോക്കി വണ്ടി വളരെ ഡിഫറൻറ്റാണ്, മറ്റുള്ള സ്കൂട്ടേഴ്സിനേക്കാളും വളരെ ഡിഫറൻറ്റാണ്. സോ ചേഞ്ച് ദ വിൻഷീൽഡ് ടു കുറച്ചും കൂടി അപ്പ് ചെയ്ത് വെക്കും വിൻഷീൽഡ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ലൈറ്റ് പൊസിഷനാണ്. ഓൾറെഡി ഇതിൻ്റെ DRL പൊസിഷൻ ഇത് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 ലൈറ്റാണ് വരുന്നത്. ഡീസൻ്റാണ്, സ്റ്റാൻഡേർഡാണ്. ഭയങ്കര പ്രകാശം എന്ന് ഞാൻ പറയുന്നത് ലൈറ്റിൽ. ഇപ്പോൾ പാസും ലൈറ്റൊക്കെ നോർമൽ സ്കൂട്ടേഴ്സിനെ പോലെ തന്നെയാണ്. സോ ആൻഡ് ഓൾസോ ഇഗ്നോർ ദ ചെളി, ഇഗ്നോർ ദ അഴുക്ക്. ഞാൻ കഴുകിയിട്ടില്ല, അത് പറയുന്നുള്ളൂ. ഇഗ്നോർ ദ. പിന്നെ എൻ്റെ എക്സോസ്റ്റ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നല്ല രസമാണ് കാണാം. മസ്ക്യുലർ പോലത്തെ ഒരു എക്സോസ്റ്റാണ്. കാരണം ഇതിൻ്റെ അകത്ത് നോർമലാണ്, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. ഇപ്പോൾ കമ്പയറിറ്റീവ്ലി വേറെ സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും എനിക്ക് അതിന് പ്രത്യേകത. നല്ല രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസ്കുലർ പോലെ തോന്നിക്കും. പക്ഷേ വണ്ടിക്ക് അത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. വെയിറ്റ് ഒരു 110 എനിക്ക് കറക്റ്റ് അറിയത്തില്ല 110. കാരണം എനിക്ക് തീരെ വെയിറ്റ് തോന്നിക്കാത്തൊരു വണ്ടി കേട്ടോ. നല്ല രസമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എക്സോസ്റ്റൊക്കെ നല്ല രസമാണ്. ബ്ലാക്ക് എടുത്തുള്ള മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ആ ഗ്ലോസി ഫിനിഷിംഗ് ആണ്. സോ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തു കേട്ടോ അവിടെ. അതെനിക്കൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞത്. പിന്നുള്ളത് ടൈൽ സെക്ഷനാണ്. ടൈൽ സെക്ഷൻ ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മോശം തോന്നിയാൽ മോശം പറയാം. കാരണം എനിക്ക് തോന്നിച്ച അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് നമ്മുടെ ഹയാബുസ സുസുക്കിയുടെ അതിൻ്റെ ഒരു ബാക്ക് ടൈലിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിച്ചു. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. ഒരു സൂപ്പർ ബൈക്കിൻ്റെ പോലത്തെ ഒരു ബാക്ക് ടൈൽ സെക്ഷനാണ്. നോർമൽ സ്കൂട്ടറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ചീത്ത വിളിക്കാം അത് വേറെ ഓപ്ഷനില്ല. എൻ്റെ ഒപ്പീനിയനാണ് പറയണത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് റോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്.
എനിക്ക് തോന്നുന്നത് ബേസ് വേരിയൻറ്റിൽ ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. മിഡ് വേരിയൻ തൊട്ടാണ് ചാർജിങ് വരുന്നത് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഓൾസോ നിങ്ങൾക്ക് ചാർജിങ് പോർട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ തിങ്സ് ഇവിടെ ഹോൾഡ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഒരു ഹുക്ക് ഉണ്ട്, ഹുക്ക് ബാർ ഉണ്ട്. സോ ഇവിടെയും നമുക്കൊരു ഹുക്ക് ബാർ ഉണ്ട്. ഇവിടെയും അത് യൂസ് ചെയ്യാറില്ല, ഇവിടെയും ഹുക്ക് ബാർ ഉണ്ട്. പിന്നെ നമുക്ക് വെച്ചാൽ ബാക്കിൻ്റെ ബൂട്ട് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് അതിൻ്റെ ഇൻ്റർലി ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. സുഖമായിട്ടൊരു ഹെൽമെറ്റൊക്കെ വെച്ച് നമുക്ക് നിൽക്കാം. ഓൾസോ ഒരു മെഡിക്കിറ്റ് അവൈലബിൾ ആണ്, ഒരു ടൂൾ ബോക്സ് അവൈലബിൾ ആണ്, ദെൻ സർവീസ് ബുക്കാണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികളെ കുറച്ച് ഡിഫറൻറ്റ് ആണ്. ലൈക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വൈസ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് ഈ അകലെ നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ബൈക്ക് പോലെ തോന്നിക്കും, ഒരു സൂപ്പർ ബൈക്കിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ്. ഓൾസോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബർഗ്മാൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്ന ഒരു സൂപ്പർ സ്കൂട്ടറാണ് നമ്മുടെ ഈ പുറത്തെ കൺട്രീസിൽ. അവരുടെ ഒരു കോമൺ ഡിസൈനാണ്, കുറച്ചും കൂടി അവിടെ കുറച്ചും കൂടി വലിപ്പമുണ്ട്, കോമൺ ഡിസൈനാണ് വരുന്നത്. ഇത് സൂപ്പറായിട്ട് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ എൻകറേജ് ചെയ്യുന്നതല്ല, നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ വിൻഷീൽഡൊക്കെ പൊക്കിയിട്ട് അതിൻ്റെ ഗ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വൺ മസ്കുലറാവും. ഓൾസോ ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാവേ. ഈ ഫോട്ടോ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ വണ്ടി ഭയങ്കര മാസീവായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടി മോഡിഫൈയിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടി എനിക്ക് തോന്നുന്നു ബർഗ്മാനാണ്. കാരണം ബാക്കിൽ പില്ലിയൻ കുഷ്യൻസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എക്സോസ്റ്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നോർമൽ ഒരു 125 cc ഒരു സൗണ്ടിൻ്റെ ഒരു എക്സോസ്റ്റാണ്. ഇവൻ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇത് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റിട്ട് പോയി. ജസ്റ്റ് 1 press പുഷ്, ഐ മീൻ നെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കിക്കോട്ടെ, 1 press സ്റ്റാർട്ട് ആവും. ഓൾറെഡി ഹൈലൈറ്റ് പറയാൻ ഇത്ര തന്നെ കാര്യങ്ങളുള്ളൂ. നമ്മൾ ക്വിക്കായിട്ട് വീഡിയോ എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സർവീസ് കോസ്റ്റ് ഇതിൻ്റെ ഒരു 800,000 ഫസ്റ്റ് സർവീസ് വരുന്നത്. എനിക്ക് ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് ആകെ വന്നേക്കുന്നത് 399 ഓർ 299 വന്നുള്ളൂ. അത് മീൻ ഓയിലിൻ്റെ ചേഞ്ചിൻ്റെ മാത്രം പൈസ അവരുടെ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഹൈ എൻഡ് പൈസ ഒന്നും വന്നിട്ടില്ല. സോ നമ്മളൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾ പെട്ടെന്ന് സ്കൂട്ടറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു പൈസ എന്ന് പറയുന്നത് വളരെ 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 അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നിച്ചത് വളരെ അഫോർഡബിൾ കാര്യങ്ങളാണ്. സോ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓവറോൾ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ 2 വീഡിയോസ് വേറെ ഇറക്കും. ഇതിൻ്റെക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് സൈഡും പിന്നെ നെഗറ്റീവ് സൈഡും. പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുള്ള വീഡിയോ എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞാൽ ശേഷം ഇടാം. സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ക്വിക്ക് റിവ്യൂ കാര്യങ്ങളെല്ലാം വരുന്നത്. എന്തെങ്കിലും പറയാൻ മിസ്സിങ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. സോ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ റൈഡിങ് കപ്പാസിറ്റി, ഇതിൻ്റെ മൈലേജ്, ഇതിൻ്റെ ഡിസൈൻ വൈസ്, പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ കീ ഫീച്ചേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, നമുക്കത് ചെയ്യാം. സോ ഗായ്സ്, ഇപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. ഓൾസോ ഞാൻ ഇതിൻ്റെ ഒരു പറഞ്ഞ 2 വീഡിയോ അഡീഷണൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ആ വീഡിയോസിൽ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ പോരായ്മയും ഇതിൻ്റെ നല്ല സൈഡ് 2 പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും വീഡിയോ അധികം വൈകാതെ ഞാൻ പോസ്റ്റ് ചെയ്യും. സോ അടുത്ത വീഡിയോക്ക് കാണുന്നവരേക്കും ബൈ.